നിങ്ങൾ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അവഗണിക്കുകയാണോ? നിങ്ങളുടെ മെസ്സേജുകൾക്കും കോളുകൾക്കും കൃത്യമായി മറുപടി തരുന്നില്ലേ? പണ്ട് മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നവർ ഇന്ന് ബിസിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോഴുള്ള ആ ഒരു വേദന അത് അനുഭവിച്ചവർക്കേ അറിയൂ. നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കുന്തോറും അവർ നമ്മളെ കൂടുതൽ അകറ്റി നിർത്തുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മനഃശാസ്ത്രപരമായി ഇതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ പ്രണയം സഫലമാകാനും നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ വില മനസ്സിലാക്കി തിരികെ വരാനും സഹായിക്കുന്ന 3 രഹസ്യ സൈക്കോളജി ട്രിക്കുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കേൾക്കൂ, കാരണം അവസാനത്തെ പോയിന്റാണ് ഏറ്റവും പ്രധാനം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലഭ്യത കുറയ്ക്കുക. സ്റ്റോപ്പ് ബീയിങ് 24/7 അവൈലബിൾ. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് വെച്ചാൽ, അവർ എപ്പോൾ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ബാക്കി എല്ലാ പണികളും മാറ്റിവെച്ച് നമ്മൾ ലൈനിലുണ്ടാകും. ഒരു റിപ്ലൈ തരാൻ അവർ മണിക്കൂറുകൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് റിപ്ലൈ കൊടുക്കും. ഹ്യൂമൻ സൈക്കോളജി പ്രകാരം എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും മനുഷ്യർ വലിയ വില കൊടുക്കാറില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി എപ്പോഴും ഫ്രീ ആയിരിക്കരുത്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്കും കരിയറിനും പ്രാധാന്യം നൽകുക. നിങ്ങൾ എപ്പോഴും ഫ്രീ അല്ല എന്ന് കാണുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ചെറിയ ഭയം വരും. അതാണ് മാറ്റത്തിന്റെ തുടക്കം. രണ്ടാമത്തെ കാര്യം, ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. സ്റ്റോപ്പ് ക്വസ്റ്റ്യനിങ് എവ്രിതിങ്. നീ എന്താ എന്നെ വിളിക്കാത്തത്? നിനക്കിപ്പോ എന്നെ ഇഷ്ടമല്ലേ? ആരുടെ കൂടെ ആയിരുന്നു? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവഗണന നേരിടുമ്പോൾ നമ്മൾ സങ്കടം കൊണ്ട് ചോദിച്ചു പോകും. പക്ഷേ ഈ ചോദ്യങ്ങൾ അവരിൽ കൂടുതൽ മടുപ്പാണ് ഉണ്ടാക്കുക. അവർ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകലാൻ ഇത് കാരണമാകും. അതിനു പകരം അവർ അകലം പാലിക്കുമ്പോൾ നിങ്ങളും ശാന്തമായി കുറച്ചു മാറി നിൽക്കുക. പരാതികളും പരിഭവങ്ങളും പറയാതിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ പെട്ടെന്നുള്ള മാറ്റം അവരെ ചിന്തിപ്പിക്കും. ഇയാൾക്കിപ്പോൾ എന്താണ് പറ്റിയത്? എന്തുകൊണ്ടാണ് എന്നെ അന്വേഷിക്കാത്തത് എന്ന ചോദ്യം അവരുടെ മനസ്സിലുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇനി മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നിങ്ങളുടെ സന്തോഷം അവരിൽ മാത്രം കണ്ടെത്തരുത്. ബിൽഡ് യുവർ ഓൺ വാല്യൂ. മറ്റൊരാൾ വിചാരിച്ചാലേ എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയൂ എന്ന ചിന്ത മാറ്റുക. നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ മൂഡിനനുസരിച്ച് നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നതും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതും അവർ കാണട്ടെ. സ്വന്തമായി ഒരു വ്യക്തിത്വവും മൂല്യവുമുള്ള ഒരാളിലേക്ക് മാത്രമേ മറ്റൊരാൾക്ക് ആകർഷണം തോന്നൂ. നിങ്ങളെ വേദനിപ്പിച്ച സങ്കടക്കടലിൽ നിന്ന് നിങ്ങൾ ശക്തമായി തിരിച്ചു വരുന്നത് കാണുമ്പോൾ നിങ്ങളെ കൈവിട്ടവർ ഉറപ്പായും പശ്ചാത്തപിക്കും. കാരണം തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത വ്യക്തിത്വങ്ങളെയാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആത്മാർത്ഥമായ സ്നേഹത്തിന് എന്നും വിലയുണ്ടാകും. പക്ഷേ അതൊരിക്കലും ആരുടെയും മുന്നിൽ യാചിച്ചു വാങ്ങരുത്. ഈ സൈക്കോളജി ട്രിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ റിലേഷൻഷിപ്പ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.